ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ നിക്കാഹിന് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. നിക്കാഹിന് 4 ദിവസമുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നും കൂടെ പോയി ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ ഞാൻ പള്ളി നിക്കറിട്ട് നിൽക്കാൻ കഴിക്കേണ്ടി വരും. ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ എനിക്ക് ആദ്യം തന്നെ എൻ്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അധികം സെലക്ട് ചെയ്യാൻ ടൈം എടുക്കേണ്ടി വന്നില്ല. ഇതല്ലാത്ത ഡ്രസ്സ് വേറെയാണ്. പിന്നെ ഞങ്ങൾ ജ്വല്ലറി സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് ചെരുപ്പ് സെലക്ട് ചെയ്തു. അപ്പോൾ ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസ് പേര് എഴുതി. അത് കഴിഞ്ഞ് ഇതാണ് ഡ്രസ്സ്. അപ്പോൾ ഡ്രസ്സിന് ഇഷ്ടം പോലെ പൈസ കൊടുത്തുകൊണ്ട് മമ്മി ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ വീടെത്തി ഗൈസ്. അങ്ങനെ ആകെ ക്ഷീണിച്ച്. അപ്പോൾ ഞാൻ കളിക്കുന്ന ഒരു ഗെയിം നിങ്ങൾക്ക് കാണിച്ചാൽ എൻ്റെ ബയോയിൽ ആണ് കൊടുത്തേക്കുന്നത്. ഇതിൽ ഞാൻ കളിക്കുന്നത് ദിസ് ഇസ് ഗെയിം ഇൻ ദിസ്. അപ്പം മൈൻസ് നമ്മൾ വെറുതെ കോയിൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് പൈസ കിട്ടും. ഇതിന്റെ 96 लाख रुपए का कर्ज है तुम्हारे ऊपर. माँ टीचर है, माँ बात नहीं कर रही. क्यों? घर का कोई और लोग? नहीं, रो मत, बिल्कुल रोगे नहीं, बिल्कुल नहीं रोगे. कोई नहीं. ये सेलिब्रिटीज और इन्फ्लुएंसर्स क्या कहते हैं, अरे हम फोर्स थोड़ी कर रहे हैं लोगों को. लोग इन्फ्लुएंसर्स और सेलिब्रिटीज के द्वारा इन गैम्बलिंग एप्स को प्रमोट करना बैंड है. നമസ്കാരം. ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കണ്ടിട്ടുള്ള 2 ക്ലിപ്പാണ്. ഒന്ന് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ, അല്ലെങ്കിൽ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ തൊപ്പിയുടെ എക്സ് ഗേൾ ഫ്രണ്ട്. അങ്ങനെ പറഞ്ഞാൽ കുറച്ച് പേർക്ക് അറിയുള്ളൂ, അതുകൊണ്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. തൊപ്പിക്ക് ഈ ഒരു വീഡിയോയിൽ യാതൊരു കണക്ഷനും ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫസ്മിന സാക്കിറിൻ്റെ ഒരു വീഡിയോൻ്റെ ചെറിയൊരു പോർഷനാണ് കണ്ടിട്ടുള്ളത്. അവർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ, അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അവരുടെ നിക്കാഹിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നുള്ളത്. അവർ നിക്കാഹിന് ഡ്രസ്സ് എടുക്കാതിരിക്കുക, ദാറ്റ്സ് അപ് ടു ഹെർ. നല്ലൊരു കാര്യമാണ്, നിക്കാഹ് കഴിക്കട്ടെ, സന്തോഷമായിട്ട് കുടുംബജീവിതം നയിക്കട്ടെ. പക്ഷേ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ഫസ്റ്റ് ഒരു ചെറിയൊരു ക്ലിപ്പും കൂടി പ്ലേ ചെയ്തിരുന്നു. നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? പൊതുവേ ഇന്ന് കാണുന്ന ഇൻസ്റ്റാഗ്രാമിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ, യൂട്യൂബിൽ അങ്ങനെ കാണില്ല. കാരണം യൂട്യൂബിൽ ഇത് ബാൻഡാണ്. കാരണം ഈ പരിപാടി യൂട്യൂബിൽ നടത്തി കഴിഞ്ഞാൽ പണി കിട്ടും, ചാനൽ പോകും. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കാണുന്ന സംഭവമാണ്, പല ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്, സോ കോൾഡ് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഒരുപാട് പേര്, ഇപ്പോൾ സഞ്ജു ടെക്കി, അങ്ങനത്തെ ഒരുപാട് പേരെടുത്ത് പറയുന്ന ഇഷ്ടംപോലെ പേരുകളുണ്ട്. ഇവരൊക്കെ ചെയ്യുന്ന സംഭവമാണ്, ഇൻസ്റ്റാഗ്രാമിലൂടെ അവരുടെ കളർഫുൾ ലൈഫ്, അവർ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ്, അവർ സഞ്ചരിക്കുന്ന വണ്ടികൾ, അവർ പുതുതായി വെക്കുന്ന വീടുകൾ, ഓക്കെ, പിന്നെ അവർ വാങ്ങിക്കുന്ന സാധനങ്ങൾ, അവർ നയിക്കുന്ന ലക്ഷൂറിയസ് ലൈഫ് നമ്മളെ മുന്നിൽ ഇങ്ങോട്ട് കാണിച്ചുകൊണ്ട് പല റീൽസ് നിങ്ങളെ മുന്നിൽ കാണാം. ഞാൻ അത് ചെയ്യാൻ പോകുന്നു, ഇത് ചെയ്യാൻ പോകുന്നു. ഈ ഒരു റീലിൽ എന്താണെന്ന് വെച്ചാൽ, ഇത് നിക്കാഹിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നു, അവ കഴിഞ്ഞ് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് പ്ലേ ചെയ്യാം. ഡ്രസ്സ് എടുക്കാൻ പോകുന്നു, ഒരുപാട് ഡ്രസ്സ് ഉണ്ട്. പക്ഷെ ഒറ്റയടിക്ക് എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നു, എക്സ്പെൻസീവായി ഡ്രസ്സ് എടുക്കുന്നു, ഞാൻ പ്രൈസ് റിവീൽ ചെയ്യുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് പ്രൈസ് എത്ര എന്ന് കണ്ടാൽ മനസ്സിലാവും. ക്വിക്കായിട്ട് വീട്ടിൽ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നതിന് ശേഷം നേരെ കിടക്കുന്നത്, ഞാൻ ഇതെല്ലാം നേടിയത് ഈ ഒരു ഓൺലൈൻ ഗെയിം കളിച്ചിട്ടാണ്. ഇവിടെയാണ് ഏറ്റവും മെയിൻ ക്യാച്ച് ഈ ഒരു വീഡിയോ. ഇവിടെ എല്ലാ വീഡിയോസും, ഇതുപോലെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ എല്ലാ വീഡിയോസും, റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസ്, സഞ്ജുയുടെ ടെക്കി എസ്പെഷ്യലി, പിന്നെ ഇവരുടെയൊക്കെ വീഡിയോസ് നോക്കിയാൽ അറിയാം, ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞിട്ട് അത് ക്വിക്കായിട്ട് പറഞ്ഞു തീർക്കുന്നു, ആർക്കോ വേണ്ടി ഒരു വീഡിയോ ഇടുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിന് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ ആ ഒരു വീഡിയോൻ്റെ ക്രക്സ് ഇരിക്കുന്ന, വീഡിയോൻ്റെ ആ മെയിൻ എസൻസ് ഇരിക്കുന്ന ലാസ്റ്റ് പറയുന്നിട്ടുള്ള ഈ ഗെയിമുകളാണ്, ഓൺലൈൻ ഗെയിമുകൾ. ഇതിൽ കുറച്ച് ഗെയിംസിൻ്റെ പേര്, ഒരു ഗെയിമിൻ്റെ പേര്, 1-2 ഗെയിമിൻ്റെ പേര് ഇവിടെ ഇവർ പറയുന്നുണ്ട്. ഈ ഗെയിം എല്ലാം ഇന്ത്യയിൽ ഇല്ലീഗലാണ്, ഇതെല്ലാം ബാൻഡാണ്. ഇത് കളിക്കുന്ന ഫസ്മിനയുടെ പ്രൊഫൈലിൽ കണ്ടിട്ടുള്ള 2 ഗെയിമും 2 ടൈപ്പ് ഓഫ് ഓൺലൈൻ ഗെയിംസ് ആണ്. ഓൺലൈൻ ബെറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒന്ന് ഗെയിം ഓഫ് സ്കില്ല്, മറ്റ് ഗെയിം ഓഫ് ലക്ക്. ഗെയിം ഓഫ് സ്കില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രീം 11 അങ്ങനത്തെ ഗെയിംസ്, അതായത് സ്കിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള സംഭവം. കാരണം അതൊക്കെ അവർ ഈ പറഞ്ഞ പോലെ കോടതിയിലൊക്കെ പോയിട്ട് അവർ ലീഗലി ഫൈറ്റ് ചെയ്തിട്ട് അത് ലീഗലാക്കിയിട്ടുള്ളതാണ്. ഓക്കെ, മറ്റുള്ള ഗെയിംസിന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാൻ കേട്ടിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ വെച്ചാൽ, അവർക്ക് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ലീഗലാക്കണമെന്നുണ്ടെങ്കിൽ ഓഫീസ് തുറക്കണം. അങ്ങനത്തെ ഇതൊന്നും ഇല്ലാത്ത ടൈപ്പാണ് ഈ പറഞ്ഞ ഗെയിംസൊക്കെ. അപ്പോൾ ഇതുപോലുള്ള ഇന്ത്യയിൽ നിരോധിച്ചിട്ടുള്ള സംഗതികൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടാണ് ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്, അങ്ങനെ തന്നെ പറയാം, ഇൻഫ്ലുവൻസേഴ്സ് എന്ന് സ്വയം ടാഗ് ചെയ്ത് നടക്കുന്ന ഇവർ, സത്യം പറഞ്ഞാൽ ഇവരുടെ വ്യൂവേഴ്സൊക്കെ ചെറിയ കുട്ടികളാണ്. 15 വയസ്സ് മുതൽ 14-15 വയസ്സ് മുതൽ, താഴേക്ക് ഞാൻ പിടിക്കുന്നില്ല, 15 വയസ്സ് മുതൽ നമ്മുടെ ആ ഒരു തിങ്കിങ് പ്രോസസ്സ് ചേഞ്ച് ചെയ്യുന്നത്, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ ഉള്ള ആ ഒരു തുടങ്ങുന്നു. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള ആ ഒരു പവർ ഇല്ലേനും എന്നാൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടണം. മെയിനായിട്ട് ഷോർട്ട് കട്ടിലൂടെ പണം സമ്പാദിക്കണം. ഇതുപോലുള്ള കോസ്റ്റ്ലി ലക്ഷൂറിയസ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സും വണ്ടിയും കാര്യങ്ങളും യൂസ് ചെയ്ത് പോകണം എന്ന് ആ ഒരു ചിന്ത മനസ്സിൽ കയറുന്ന പ്രായത്തിലുള്ള കുട്ടികളാണ് ഇവരുടെയൊക്കെ ഫോളോവേഴ്സ്. അപ്പോൾ ഇവരെന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം ഒരു ക്ലിപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, ആ കരയുന്ന പയ്യൻ ധ്രുവ് റാഠിയുടെ ഏകദേശം 8 മില്യൺ 10 മില്യൺ ആൾക്കാർ കണ്ടിട്ടുള്ളൊരു വീഡിയോൻ്റെ ചെറിയ ഷോർട്സിൻ്റെ പോർഷനാണ്. ആ ഷോർട്സ് വരെ ഏകദേശം എനിക്കൊന്ന് 8-10 മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷോർട്സിൽ പറയുന്ന ഒരു സംഭവം, ഒരു പയ്യൻ പിന്നെ കരയുന്നുണ്ട്. അവന് 96 ലക്ഷം രൂപ ബെറ്റിങ്ങിൽ, ഗെയിമിങ്ങിൽ, ഓൺലൈൻ ഗെയിംസിൽ
നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പയ്യൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. എത്രത്തോളം ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരും ഇവരൊക്കെ പറയും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു, എന്ത് നൽകുന്നു സമൂഹത്തിന്. ഞാൻ നിങ്ങൾക്ക് ഒരു സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. നമുക്കും വരുന്നുണ്ട് ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്കും പലർക്കും വരുന്നുണ്ട്. കാരണം നമ്മളതിനെ വിമർശിക്കുന്ന ആൾക്കാരാണ്. നമുക്കും വരുന്നുണ്ട് ഇതുപോലെ പല ഗെയിമും, രാജാവിൻ്റെ ഗെയിം, മറ്റേ രാജ്ഞീൻ്റെ ഗെയിം എന്നും പറഞ്ഞിട്ടുള്ള പല ഗെയിംസിൻ്റെ പിന്നെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. പക്ഷെ നമ്മൾ ഏറ്റെടുക്കില്ല. കാരണം എന്താ വെച്ചാൽ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ അവയർനെസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ സമയം നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി എന്തെങ്കിലും ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത സംഭവം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒഴിവാക്കി പോവാം. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഓൺലൈൻ ബെറ്റിംഗ് ഗെയിംസ്, ഗാംബ്ലിംഗ് ഇതൊരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. എന്തായാലും എന്താണ് ഇവരുടെ വീഡിയോ എന്നുള്ളത് നോക്കാം വളരെ ക്വിക്കായിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ എന്റെ നിക്കാഹിന് ഡ്രസ്സ് എടുക്കാൻ പോവാണ്. നിക്കാഹിന് 4 ദിവസമുള്ളൂ. അപ്പൊ ഞാൻ ഇന്നും കൂടെ പോയി ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ ഞാൻ പണ്ട് നിക്കറിട്ട് നിക്കാഹ് കഴിക്കേണ്ടി വരും. ഡ്രസ്സ് അപ്പം ഞാൻ ഇത് കാണിച്ചു തരാം. ഡ്രസ്സൊക്കെ കാണിച്ചു തരത്തില്ല, പക്ഷെ കുറെ ഡ്രസ്സ് ഇടേണ്ടി വരുമല്ലോ, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. അങ്ങനെ ഇവർ നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നു. കുറേ ഡ്രസ്സ് ഉണ്ട്, അതൊന്നും കാണുന്നില്ല. നേരെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തു. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ വളരെ ക്വിക്കായിട്ട് എന്താണോ നമ്മുടെ ഉദ്ദേശം, അതായത് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ ഗെയിം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രം, ആ ഉദ്ദേശം ഉള്ളത് കൊണ്ട് മാത്രം നേരെ ഓൺലൈൻ ഗെയിമിലേക്കാണ് പോകുന്നത്. ദിസ് ഇസ് മൈ ഡാഡി ആൻഡ് മമ്മി. അപ്പൊ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അറിയുന്നതാണ്. അങ്ങനെ ഞങ്ങൾ മഹാറാണി വെഡിങ് കളക്ഷൻസിലെത്തി. ഇഷ്ടം പോലെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ എനിക്ക് ആദ്യം തന്നെ എന്റെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടുകൊണ്ട് അധികം സെലക്ട് ചെയ്യാൻ ടൈം എടുക്കേണ്ടി വന്നില്ല. ഇതല്ലാത്ത ഡ്രസ്സ് വേറെയാണ്. പിന്നെ ഞങ്ങൾ ജ്വല്ലറി സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞ് ചെരുപ്പ് സെലക്ട് ചെയ്തു. അപ്പോൾ ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസ് പേര് എഴുതി. അത് കഴിഞ്ഞ് ഇതാണ് ഡ്രസ്സ്. അപ്പോൾ ഡ്രസ്സിന് ഇഷ്ടം പോലെ പൈസ കൊടുത്തോണ്ട് മമ്മി ഒരു ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ വീടെത്തി ഗൈസ്. അങ്ങനെ ആകെ ക്ഷീണിച്ച്. അപ്പോൾ ഞാൻ കളിക്കുന്ന ഒരു ഗെയിം നിങ്ങൾക്ക് കാണിച്ചാൽ എൻ്റെ ഉള്ളൂ. എൻ്റെ ബയോയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ടെലിഗ്രാം ചാനലിൽ ലിങ്കും ഉണ്ട്. അപ്പോൾ പ്ലേ ആൻഡ് വിൻ ഗൈസ്. ടാറ്റാ. അപ്പോൾ പ്ലേ ആൻഡ് വിൻ ഗൈസ്. അപ്പോൾ എല്ലാവരും പ്ലേ ആൻഡ് വിൻ ഗൈസ് കേട്ടോ. ടാറ്റ. സത്യം പറഞ്ഞാൽ ടാറ്റ, അതാണ് എൻ്റെ കറക്റ്റ്. പ്ലേ വിൻ ആൻഡ് ടാറ്റ. ഞാൻ ആ ഒരു പോർഷൻ അവിടെ കാണിക്കാതെ എന്താ വെച്ചാൽ അത് നമുക്ക് ഇല്ലീഗലാണ്. യൂട്യൂബിൽ ആരും ഇങ്ങനെ ചെയ്യുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഇൻസ്റ്റാഗ്രാം ഇന്ന് നിങ്ങളുടെയൊക്കെ മക്കൾ, നിങ്ങളുടെയൊക്കെ സഹോദരന്മാർ, അനിയന്മാർ, അനിയത്തിമാർ കാണുന്ന ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഇസ് ദ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ്. ഇവരൊന്നും ഈ വക ഗെയിം കളിക്കൽ പോയിട്ട് ഒരു കുന്തമുണ്ടായിരിക്കില്ല. ഇങ്ങനെയൊന്നും അല്ല ഇവർ പൈസ ഉണ്ടാക്കുന്നത്. ഇവർ കാശുണ്ടാക്കുന്നത് ഇതുപോലെ അവരുടെ തന്നെ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റിച്ചിട്ട് അവർ ഈ ഗെയിം കളിക്കുന്നു എന്നുള്ള വ്യാജേന കളിക്കുന്നു, ഇങ്ങനെയാണ് ഞാൻ കാശുണ്ടാക്കിയത് എന്നും പറഞ്ഞ് പറ്റിച്ചിട്ടാണ് ഇവർ ഇതുപോലുള്ള എന്താ പറയുക ലക്ഷറിയസ് ഐറ്റംസും കാര്യങ്ങളും അവർക്ക് അവരുടെ ലൈഫ് സുരക്ഷിതമാക്കി വെക്കാനും വളരെ ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നത്. ഇനി ഇത് കഴിഞ്ഞു ഞാൻ നോക്കുന്ന സമയത്ത് എന്ന് വെച്ചാൽ അവർ എല്ലാ വീഡിയോസും തന്നെ ചെയ്യും. അടുത്തത് എന്നുള്ള ദേഷ്യം വന്നു. പിന്നെ ഓൾ ഏതെങ്കിലും ഡ്രസ്സ് എടുക്കട്ടെ ഹലാക്കെന്ന് ഞാൻ വിചാരിച്ച്. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ഫുഡൊക്കെ കഴിക്കാൻ കയറി. അപ്പൊ ഞാൻ കളിക്കുന്ന ഒരു ഗെയിം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ് ഞാൻ എപ്പോഴും കളിക്കുന്ന ഗെയിമാണ് ഇത്. ഞാൻ നോർമലി ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഗെയിം എന്ന് വെച്ചാൽ കളർ പ്രഡിക്ഷൻ. ഇപ്പം 3 സ്മോൾ അടുപ്പിച്ചു, അതുകൊണ്ട് ബിഗ് ആയിരിക്കും അടുത്തത്. എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ 10,000 രൂപ ബെറ്റ് ചെയ്തു. ആദ്യമായിട്ട് കളിക്കുന്നവർ ഇത്ര എമൗണ്ട് ഒന്നും ബെറ്റ് ചെയ്യല്, ചെറിയ എമൗണ്ട് ബെറ്റ് ചെയ്യുക. അപ്പം ടൈമർ ഉണ്ട്. എനിക്ക് പൈസ കിട്ടി ഗൈസ്. ആൻഡ് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോൾ ഓപ്ഷൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ആൻഡ് ഓൾസോ ടെലിഗ്രാം ലിങ്ക് എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഇഷ്ടംപോലെ പ്രഡിക്ഷൻസ് കാണും. അത് മാത്രമല്ല അതിൽ ഞാൻ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ട് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ. മനസ്സിലായില്ലേ? ഇത് ഗെയിം ഓഫ് ലക്കാണ്. ഈ ഇങ്ങനത്തെ ഗെയിംസ് എല്ലാം ഇന്ത്യയിൽ ഇല്ലീഗലാണ്. ലീഗലോ പോട്ടെ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇല്ലീഗലുണ്ട് സംഗതികൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ? ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ മാതാപിതാക്കളാണെന്നുണ്ടെങ്കിലും എല്ലാവരും കുട്ടികളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ പിന്നെ ടി വി കാണുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടി ഇരുന്ന് നിങ്ങളുടെ കുട്ടികൾ ഇരുന്നിട്ട് ടി വിയിൽ കാണുന്ന സമയത്ത് സിഗരറ്റ് വലിക്കുന്നതും കള്ള് കുടിക്കുന്നതും അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ആഡ്സ് കാണിക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവം കാണിക്കണം. അവിടെ താഴെ എഴുതി കാണിക്കുന്നത് ഇഞ്ചുറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതിങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഇത് കണ്ട് അനുകരിച്ച് നാളെ അവൻ സിഗരറ്റ് വലിക്കാനോ കള്ളുടിക്കാനോ തുടങ്ങിയിട്ട് വളരെ മോശമായി തെറ്റായ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ ആരാണ് റെസ്പോൺസിബിൾ? ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ഇതിലും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇത് ടി വിയിൽ കാണിക്കില്ല എന്നേ ഉള്ളൂ. പക്ഷേ നിങ്ങളുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇന്ന് മൊബൈലിലാണ്, ഗാഡ്ജറ്റ്സിലാണ്, ഇൻസ്റ്റഗ്രാമിലാണ്, റീൽസിലാണ്. ഈ റീൽസിൻ്റെ ഒക്കെ ലാസ്റ്റ് വരുന്നത് അതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഷോർട്സ് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു അറ്റൻഷൻ ആ കുട്ടിക്ക് ആ ഒരു പിന്നെ 15 വയസ്സ് 16 വയസ്സുള്ള കുട്ടികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരിക്കും. ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഇവർ കാണുന്നു ഈ ഒരു ലേഡി. ഞാൻ ഇതിൻ്റെ പേര് മാത്രം എടുത്താണ്. ഇതുപോലെ ഇനി ഓരോ ഇൻഫ്ലുവൻസേഴ്സും സ്പെഷ്യലി സഞ്ജു ടെക്കി ഇതന്നെയാണ് സിറ്റുവേഷൻ. കാരണം അവൻ വീട് വയ്ക്കുന്നതും 2ാം കാർ വാങ്ങുന്നു, ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ട്രിപ്പ് പോകുന്നതും എല്ലാം ഈ ഒരു സംഭവം വെച്ചിട്ട് സംഗതി ഇതൊക്കെ വെച്ചിട്ട് തന്നെ ആയിരിക്കും.
പക്ഷേ ഇതൊരിക്കലും ഗെയിം കളിച്ചിട്ടല്ല, ഇത് ഈ ഗെയിമിന് കളിക്കാൻ തന്നെ, ആ ഗെയിമിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യാജേന ഇതുപോലെ എനിക്ക് വന്നിട്ടുള്ള പ്രൊമോഷൻസ് പ്രകാരം നിങ്ങൾ ഈ ഒരു ബെറ്റിംഗ് ഗെയിം ഇത് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് എന്നോട് ചോദിച്ചിട്ട് ഞാൻ ഏറ്റെടുത്ത് അതിൻ്റെ കാശ് വാങ്ങിയിട്ട് 2, 3 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം ഒക്കെ വാങ്ങിച്ചിട്ട് എന്നിട്ട് ഞാൻ എൻ്റെ ഫോളോവേഴ്സിനെ അതുപോലെ അവരുടെ ഫോളോവേഴ്സിനെ പറ്റിക്കുന്ന രീതിയിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സീരിയസ് ആയിട്ട് ഇത് വളരെ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒരിക്കലും നിങ്ങളുടെ വീട്ടിലെ കുട്ടികളോ ഇനിയിപ്പോൾ ഏത് പ്രായക്കാരാണെന്നുണ്ടെങ്കിലും ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, ഒരുപാട് കാലങ്ങളായിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ദർ ഇസ് നോ ഷോർട്ട് കട്ട് ടു സക്സസ്. സക്സസ്സിലേക്ക് ഒരു ഷോർട്ട് കട്ടും ഇല്ല. ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ, ലോട്ടറി അടിച്ചിട്ടൊന്നും ഒരാളും എത്രയോ കാലങ്ങളായി ലോട്ടറി അടിക്കുന്ന ആൾക്കാർ, ഇതിലേറെ ലോട്ടറി എന്ന് പറഞ്ഞാൽ 10, 50, 100 രൂപ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുന്ന സാധനമായിരിക്കാം. ഇത് ഒരുപാട് കാശാണ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ക്ലിപ്പ് എൻ്റെതല്ല, നാഷണൽ ന്യൂസിൽ വന്നാണ് ധ്രുവ് റാട്ടി എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. 96 lakhs ആണ് അവന് പോയിട്ടുള്ളത്. 96 ലക്ഷം രൂപ പോയിട്ട് അവൻ സൂയിസൈഡിൻ്റെ വക്കത്തെത്തി നിന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് കുടുംബം മുഴുവനും ഒഴിവാക്കിയിട്ടുള്ള ഏകദേശം ഒരു ലക്ഷക്കണക്കിന് ഒരാളുടെ സ്റ്റോറിയാണ്. എത്രയോ കേസ് ഉണ്ടായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാക്സിമം ഈ വീഡിയോ ദയവ് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെടുന്ന ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഞാൻ ഈ ഒരു ഫാസ്മിന സാക്കിർ എന്നുള്ള പേര് ജസ്റ്റ് കണ്ട സമയത്ത് എടുത്തുവെന്നേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. നിക്കാഹും പരിപാടി സംഗതികളൊക്കെ നടക്കട്ടെ, പക്ഷെ അത് വേറൊരാളുടെ എക്സ്പെൻസിലായിരിക്കരുത്, വേറൊരാളുടെ കണ്ണീരിലാക്കിയിട്ടോ വേറൊരു ആളെ ദുരിതത്തിലേക്കോ ഒരു സ്വയം ജീവനൊടുക്കുന്നതിലേക്കോ തള്ളിവിട്ടിട്ടായിരിക്കരുത്. അങ്ങനെ നേടുന്ന ഒരു തേങ്ങാപ്പിണ്ണാക്കും അങ്ങനെ നേടുന്ന ഒന്നും എവിടെ എത്തില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് ആരെങ്കിലും ഇതുപോലെ അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ദയവ് നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം.